ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിഷുഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14 തീയതി സൂര്യൻ ഉദിച്ച് 8 നാഴിക 8 വിനാഴിക ചെല്ലുമ്പോൾ വിഷു സംക്രമം നടക്കുന്നു. സൂര്യൻ മീനൻ രാശിയിൽ നിന്നും തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് വിഷു സംക്രമം എന്ന് അറിയപ്പെടുന്നത്. വിഷു സംക്രമം ഈ വർഷം ഉദയത്തിന് ശേഷമാകിയാൽ വിഷു ആഘോഷിക്കുന്നത് 15-ാം തീയതിയാണ്. വിഷു ദിനം മുതൽ അടുത്ത വിഷു വരെ ഉള്ള ഒരു വർഷക്കാലത്തെ ഫലങ്ങളെയാണ് വിഷുഫലം എന്ന് അറിയപ്പെടുന്നത്. ഓരോ നക്ഷത്രത്തിനും വിഷുഫലം കൂടാതെ മറ്റ് പല ഫലങ്ങളും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ചാരഫലവും വർഷഫലവും ഒക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ഫലങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഷുഫലം. ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ എന്ന കാര്യം നമുക്ക് അറിയാം. ഈ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടം രാശിയിൽ സംക്രമിക്കുന്ന ദിനം മുതലാണ് വിഷു വർഷം ആരംഭിക്കുന്നത്. അതായത് മേടമാസം 1-ാം തീയതി മുതൽ മീനമാസം 30-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലമാണ് വിഷു വർഷം. പഞ്ചാംഗ ഗണിതപ്രകാരം ഓരോ വർഷത്തെയും വിഷുഫലം വിവിധ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങളെ ശൂലം വിഭാഗത്തിലും 18 നക്ഷത്രങ്ങളെ ഷഡ്കം വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശൂലം വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ദോഷഫലങ്ങളും ഷഡ്കം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ഗുണഫലങ്ങളും അനുഭവപ്പെടുന്നു. മേടൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ വർഷത്തെ പഞ്ചാംഗ ഗണിതം അനുസരിച്ച് ഈ 3 നക്ഷത്രങ്ങളും ആദി ഷഡ്കം വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലവും ശുഭമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർവാഭീഷ്ട സിദ്ധി ഈ വിഷു വർഷം അനുഭവപ്പെടും. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഈ വിഷു വർഷക്കാലത്തിൽ നിറവേറ്റുവാൻ സാധിക്കും. ഓരോരുത്തർക്കും വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും അനുഭവപ്പെടുക. ഇഷ്ടപ്പെട്ട വസ്തു വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ പുതിയ വീട് വാങ്ങുവാനോ പുതിയ വീട് വയ്ക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷു വർഷക്കാലം അതെല്ലാം സഫലമാകും. മറ്റു ചിലർക്ക് സ്വന്തം വിവാഹം നടത്തുവാനോ സന്താനങ്ങളെ വിവാഹം നടത്തുവാനോ ആയിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ളവർക്ക് അതും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സൽകീർത്തിയും കൂടുതലായി അനുഭവപ്പെടും. വലിയ വലിയ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും അതിൽ വിജയിക്കുവാനും കഴിയുന്നതോടെ സമൂഹത്തിൽ വലിയ കീർത്തി ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനും ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അതൊക്കെ വിജയിപ്പിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയും. പേരും പ്രശസ്തിയും കൂടുതലായി അനുഭവപ്പെടും. ശാരീരികമായും മാനസികമായും വലിയ ഉന്മേഷമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷക്കാലത്തിൽ അനുഭവപ്പെടുക. ശനിയുടെ ചില ദോഷഫലങ്ങളൊക്കെ ഇവർക്ക് അനുഭവപ്പെടാമെങ്കിലും വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ അനുകൂല ഭാവസ്ഥിതി കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്യും. മാത്രമല്ല വിഷുഫലവും ഇവർക്ക് കൂടുതൽ സൗഭാഗ്യം നൽകുന്നതാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ മാസം 31 വരെ ഈ കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഉച്ചരാശിയിൽ 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകും. കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യം അനുഭവപ്പെടും. കുടുംബാംഗങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും കൂടുതൽ സഹകരണം ഈ വർഷം ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. ബന്ധുബലം വർദ്ധിക്കുകയും ബന്ധുക്കളുടെ സഹായം മൂലം വലിയ നേട്ടങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. പുതിയ വീട്, വാഹനം ഇതൊക്കെ സ്വന്തമാക്കുവാനുള്ള സമയമാണ് ഈ കൂറുകാർക്ക് കൈവരുന്നത്. അതിനുശേഷം നവംബർ മാസം 1 മുതൽ ജനുവരി മാസം 25 വരെ വ്യാഴം ഇവർക്ക് 5-ാം ഭാവത്തിലേക്ക് മാറും. അത് കൂടുതൽ ശുഭഫലങ്ങൾ ഇവർക്ക് നൽകും. സാമ്പത്തികമായ വലിയ ഉന്നമനം
ഇവർക്ക് ആ സമയത്ത് പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സുകളിലൂടെ സാമ്പത്തിക നേട്ടം ഇവർക്ക് അനുഭവപ്പെടും. ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുവാനും ഇവർക്ക് കഴിയും. അതുപോലെ തന്നെ കച്ചവടം നടത്തുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും ഒക്കെ കൂടുതൽ അനുകൂല സമയമാണ്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അവർക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് അനുകൂലമായ വർഷമാണ് ഈ വിഷുവർഷം. സന്താന ഭാഗ്യവും സന്താന സുഖവും ഈ നക്ഷത്രക്കാർക്ക് വിഷുവർഷക്കാലത്തിൽ അനുഭവപ്പെടും. അതുപോലെ സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുവാൻ ഈ വിഷുവർഷക്കാലം ഇടയാകും. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് അതൊക്കെ വളരെ വേഗം പൂർത്തീകരിക്കുവാനും ഗൃഹപ്രവേശനം നടത്തുവാനും സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള മംഗളകർമ്മങ്ങൾ ഇവർക്ക് കുടുംബത്തിൽ നടത്തുവാനുള്ള യോഗം ഈ വിഷു വർഷത്തിൽ വന്നു ചേരും. മനസ്സിന് വലിയ സന്തോഷമാണ് ഈ രാശിക്കാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നതോടുകൂടി ജീവിതം ഐശ്വര്യപൂർണമാകും. 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നത് ഇല്ലാതാക്കുവാൻ മഹാദേവനെ പ്രാർത്ഥിച്ച് ധാര കഴിക്കുന്നത് സഹായിക്കും. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഈ രാശിക്കാർക്ക് കാര്യമായി അനുഭവപ്പെടാത്തത് മൂലം ഈ വിഷു വർഷക്കാലം കൂടുതൽ സൗഭാഗ്യങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും. ദൈവിക ചിന്ത വെച്ച് പുലർത്തി സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുന്ന ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഈ വിഷുവർഷം അനുഭവത്തിൽ വരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.